കിരൺ ചേട്ടൻ അകത്തേക്ക് വാ, ചായ കുടിച്ചിട്ട് പോവാം. അകത്തേക്ക് വരുന്നില്ല, പക്ഷേ ഒരു ചായ ആവും. അമ്മേ, അവിടെ വെച്ച് ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. താങ്ക്സ് കിരൺ ചേട്ടാ. ഈ ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല. നന്ദിയുടെ ആവശ്യമില്ലടോ. നമുക്കിടയിൽ എന്തോന്ന് താങ്ക്സ്. പ്രത്യേകിച്ച് നമ്മൾ ഇനി കാണാനുള്ളവരല്ലേ. ഇതൊക്കെ ഒരു നിമിത്തമായിട്ടാ ഞാൻ കാണുന്നത്. അവിടെ വെച്ച് അപ്രതീക്ഷിതമായി ചിന്നുവിനെ കാണാനും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതൊക്കെ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നിമിത്തവും അപ്രതീക്ഷിതവും എന്താ സംഭവം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തനിക്ക് മനസ്സിലാവാതിരിക്കാനാ ഞങ്ങൾ കൂടുതലൊന്നും പറയാത്തത്. മനസ്സിലായോ? കിരൺ ചേട്ടാ, ഇതൊന്നും വേറെ ആരോടും പറയണ്ട. മനസ്സിൽ തന്നെ ഇരുന്നാ മതി. അതത്രേ ഉള്ളൂ. തനിക്ക് കട്ടം വേണ്ടല്ലോ അല്ലേ? വേണ്ട. ഒരുപാട് യാത്ര ചെയ്തല്ലേ, അതിന്റെ ക്ഷീണോ? നിങ്ങൾ എവിടെ പോയതാന്നാ പറഞ്ഞേ? അതിന് പറഞ്ഞില്ലല്ലോ, ഒരിക്കലും പറയേയില്ല. ഒരു കാര്യം പറയണമെന്ന് കരുതി മറന്നു. നാളെ ഞങ്ങളുടെ സ്കൂളില് ക്രിസ്മസ് ആഘോഷം നടക്കുക. കല്യാണി എന്തായാലും വരണം. മഹിമായോ? ഇല്ല, നാളെ എനിക്ക് വേറെ ചില പരിപാടികളുണ്ട്. ഞാൻ ഉണ്ടാവില്ല. ഓ, ഞാൻ വരാം. എപ്പോഴാ? രാവിലെ എത്തിയാ മതി. അല്ല, താനെങ്ങനെ പോവും? അപ്പൊ അവിടുത്തെ ജോലിക്കാരിയും അതൊക്കെ അങ്ങ് നടന്നോളൂ. ഞാൻ എന്തായാലും വരാം കിരൺ ചേട്ടാ. എന്നെ ഇത്രയൊക്കെ സഹായിച്ചിട്ട് കിരൺ ചേട്ടൻ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ പറ്റില്ല എന്ന് പറയാൻ അത്ര നന്ദിയില്ലാത്തവളല്ല ഞാൻ. അപ്പോ നാളെ കാണാം. മഹിക്ക് വരാൻ പറ്റില്ലെങ്കിൽ സാരമില്ല കേട്ടോ. മഹാദേവൻ എന്നൊരാളിന് വന്നിരിക്കുന്ന ലെറ്ററാണ്. അഡ്രസ് ഇന്ദ്രപ്രസ്ഥം. അയച്ചതാരാണെന്ന് മനസ്സിലായോ? ശുഭ എന്നാണ് ഒരു സാധ്യത പറഞ്ഞത്. പാലക്കാട് ഭാഗത്ത് ഒരു ഗ്രാമത്തിൽ നിന്നാണ് അയച്ചിട്ടുള്ളത്. കമ്പിളിച്ചുങ്ക എന്നാവാനാണ് സാധ്യത എന്ന് പറഞ്ഞത്. ഇതേ ഈ മാഞ്ഞുപോയ അക്ഷരങ്ങൾ ഓരോ സാധ്യത വെച്ച് നോക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒന്നിനും ഒരു ഉറപ്പ് പറയാത്തത്. മനസ്സിലായി. കുട്ടേട്ടൻ ഒരു സഹായം കൂടി ചെയ്യണം. എന്താ മോളെ? ചന്ദ്രമ്മ, അത്യാവശ്യം ജോലി വല്ലതും ഉണ്ടോ? ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. അതാ. അതെന്താ ഒരു സ്ഥലം? എവിടെ പോകുന്നു? ദുർഗയുടെയും കിരൺജയന്റെയും സ്കൂളില് ഇന്ന് ക്രിസ്മസ് ഫംഗ്ഷനാ. അപ്പോ എന്നോടും കൂടി ചെല്ലാൻ പറഞ്ഞു. അതിനെന്താ, നീ പൊയ്ക്കോ. വേറെ ജോലിയൊന്നുമില്ല, എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിനക്കിന്ന് ഫുൾ ടൈം ലീവ് പോരെ? താൻ ഇതുവരെ റെഡി ആയില്ലേ? ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ചെന്ന് റെഡി ആയിക്കേ. ചെല്ല്. താൻ ഇവിടുത്തെ ഡ്രൈവർ അല്ലേ? അതെ. അല്ലാതെ എന്റെ ഭർത്താവൊന്നും അല്ലല്ലോ. അല്ല. അല്ല, താനിതെങ്ങോട്ടാ? അപ്പോഴേക്കും ചിന്നു മറന്നോ അത്? എന്ത്?
ഇന്ന് സ്കൂളിൽ ചെല്ലാന്ന് ഇന്നലെ കിരണിന് നമ്മൾ വാക്കുകൊടുത്തില്ലേ, അത് മറന്നുപോയോ? നമ്മളോ? ആ താൻ വരുന്നില്ല, എന്തോ തിരക്കൊക്കെ ആണെന്നല്ലേ പറഞ്ഞത്. പിന്നീട് ആലോചിച്ചപ്പോ തോന്നി പോവാന്ന്. അയാള് വലിയ കാര്യത്തിൽ വിളിച്ചാലേ ഇനി ഞാനായിട്ട് വിഷമിപ്പിക്കണ്ട. അവർക്ക് ഒരു വിഷമവുമില്ല. താൻ ചെല്ലാത്തതിൽ സന്തോഷിക്കേ ഉള്ളൂ. അത്ര മതിപ്പല്ലേ എല്ലാവർക്കും. അതുമാത്രല്ല കാര്യം, ഇവിടുത്തെ സാറിന് പോകാൻ പറ്റാത്തോണ്ട് എന്നോട് പോകാൻ പറഞ്ഞു. സാറിന് പോവാൻ പറ്റാത്തോണ്ട് താൻ പോവാനോ? താനെന്താ ഇവിടുത്തെ സാറിന്റെ മോനോ? ചില സമയത്ത് തന്റെ പെരുമാറ്റം കാണുമ്പോ അങ്ങനെ തോന്നും, അതാ ചോദിച്ചത്. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാ. തനിക്ക് അമ്മയും അച്ഛനും ഒന്നുമില്ലേ? അവരെ കുറിച്ചൊന്നും ഇതുവരെ പറയുന്നത് കേട്ടിട്ടില്ല. വീട്ടിൽ പോകുന്നതും കാണുന്നില്ല. വീടും കൂടും ബന്ധവും സ്വന്തമൊന്നും ഇല്ലേ? തന്റെ അച്ഛനെന്താ ജോലി? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛനും അമ്മയും ഒരു ചേട്ടനും. അച്ഛന്റെ കൂലിപ്പണിയാ. അമ്മ ഒരു വലിയ വീട്ടില് അടുക്കള പണിക്ക് നിൽക്കുക. ചേട്ടനിങ്ങനെ PSC ഒക്കെ പഠിച്ച് ജോലിക്ക് നടക്കുക. ബാക്കിയൊക്കെ ശരി. സ്വന്തം അമ്മയെ താൻ മറ്റൊരു വീട്ടില് ജോലിക്ക് നിർത്തിയിരിക്കുന്നത് ശരിയായില്ല. 3 ആണുങ്ങളുള്ള വീടല്ലേ? എടോ, നമ്മൾ ജീവിക്കുന്ന കാലം അമ്മമാരെ കഷ്ടപ്പെടുത്താതെ നോക്കണം.